ബിങ്കോ ഫുഡീസിലെ മറ്റൊരു കിടിലൻ വിഭവത്തിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ താരം ചെമ്മീനാണ്. ചെമ്മീൻ കൊണ്ട് മാംഗ്ലൂർ സ്റ്റൈലിൽ ഒരു അടിപൊളി സുക്കയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനിവിടെ 100-150 ഗ്രാം ചെമ്മീന് മഞ്ഞപ്പൊടിയും ഉപ്പും പുരട്ടി വെച്ചിട്ടുണ്ട്. ഒരു കതിർപ്പ് കരിവേപ്പിലയും ഒരു മീഡിയം സൈസ് തക്കാളിയും കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ഒരു പച്ചമുളകും ഒരു വലിയ നെല്ലിക്ക വലുപ്പം വാളംപുളി ചാലിച്ചതുണ്ട്, ഒരു അരമുറിയുടെ പകുതി തേങ്ങ ചിരണ്ടിയതും കുറച്ച് മല്ലിയിലയും ഒരു മീഡിയം സൈസ് സവാള അരിഞ്ഞതുമുണ്ട്. ഇതോടൊപ്പം നമുക്ക് ജീരകം, ഗരം മസാല, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, സാമ്പാർ പൊടിയും ആവശ്യമുണ്ട്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അടുപ്പയിൽ ചട്ടി വെച്ചു, എണ്ണ ഒഴിച്ചു. എണ്ണ ചൂടായി വന്നപ്പോൾ ഒരു ചെറിയ സ്പൂൺ ജീരകം ഇട്ട് കൊടുത്തു. ഇനി കരിവേപ്പില ഇട്ട് കൊടുക്കാം. ചതച്ച ഇഞ്ചി വെളുത്തുള്ളിയും ചേർത്തു. സവാളയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കാം. സവാള നന്നായി വഴന്ന് കിട്ടാനായി ഉപ്പുപൊടിയോ ഉപ്പുനീരോ ചേർത്ത് നന്നായി ഇളക്കി സവാളയുടെ പച്ചമണമൊക്കെ മാറി ഒരു ചെറിയ ഗോൾഡൻ കളർ ആവുന്നത് വരെ നമുക്ക് ഇളക്കാം. സവാള ആവശ്യപോലെ വഴന്നിട്ടുണ്ട്. നമുക്ക് ഒരു അര സ്പൂൺ ഗരം മസാലയും ഒരു സ്പൂൺ മുളക് പൊടിയും കൂടെ ചേർക്കാം. ഈ സമയത്ത് ഞാൻ മഞ്ഞൾപ്പൊടി ചേർക്കുന്നില്ല, കാരണം ചെമ്മീനിൽ അല്പം കൂടുതൽ മഞ്ഞൾ ചേർത്തിട്ടുണ്ട്. നിങ്ങൾ ഈ സമയത്ത് മഞ്ഞളും ചേർത്ത് ഇളക്കി കൊടുക്കുക. മസാല ചേർക്കുമ്പോൾ ഫ്ലെയിം കുറച്ച് വെക്കാൻ മറക്കണ്ട. ഇനി നമുക്ക് തക്കാളിയും പച്ചമുളകും ചേർക്കാം. നന്നായി യോജിപ്പിച്ച് തക്കാളി വേകാൻ വേണ്ടി 1 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. തക്കാളി വെന്തു. ഇനി നമുക്ക് ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി 1 മിനിറ്റ് മൂടി വെച്ച് വേവിക്കാം. ചെമ്മീനിൽ ഉപ്പ് പുരട്ടിയതല്ലെങ്കിൽ ഈ സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് വാളംപുളി ചേർത്ത് കൊടുക്കാം. പുളി ചേർക്കുമ്പോൾ നിങ്ങളുടെ ടേസ്റ്റിനും ചെമ്മീൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. നന്നായി ഇളക്കി നമുക്കിതൊരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കണം. വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ചെമ്മീൻ വേകുമ്പോഴത്തേനും നമുക്കൊരു പാത്രത്തിൽ അല്പം എണ്ണ ഒഴിച്ച് തേങ്ങ ഒന്ന് വറുത്തെടുക്കാം. നോൺ സ്റ്റിക്കിലാണെങ്കിൽ എണ്ണ ഒഴിക്കാതെ തന്നെ വറുത്താൽ മതി. ഇനി ഒത്തിരി നേരം കിടന്ന് ഇളക്കണമല്ലോ എന്ന് ഓർത്തുകൊണ്ട് ആരും വിഷമിക്കേണ്ട. നമ്മളിതൊരു ചെറിയ ഗോൾഡൻ കളർ ആവുന്നത് വരെയോ വറുക്കുന്നുള്ളൂ. തേങ്ങ ഈ പരുവം മതി. ഫ്ലെയിം ഓഫ് ചെയ്ത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. 5 മിനിറ്റ് കഴിഞ്ഞു. നമ്മുടെ ചെമ്മീൻ നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ചെറിയ സ്പൂൺ സാമ്പാർ പൊടി ചേർക്കാം. സാമ്പാർ പൊടി ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും കേട്ടോ. ഒന്ന് നന്നായി ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് വറുത്ത തേങ്ങ ചേർത്ത് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ തന്നെ 1 മിനിറ്റോളം ഇളക്കി ഡ്രൈ ആക്കി എടുക്കണം. ചെമ്മീൻ സുക്ക റെഡിയായി. സാമ്പാർ പൊടിയും ജീരകവും തേങ്ങ വറുത്തൊക്കെ ചേർന്നപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യുക.